ഓക്കെ ഹലോ ഗൈസ്, നമ്മൾ ഇനി അടുത്ത് വരയ്ക്കാൻ പോണത് സോക്കറ്റ് ആൻഡ് സ്പീക്കൗട്ട് ജോയിൻ്റ് ആണ്. അതിൽ ടോട്ടലായിട്ട് 3 പാർട്ടുകളാണുള്ളത്. ഇതാണ് അതിൻ്റെ ഐസോമെട്രിക് വ്യൂ. അപ്പോൾ ഈ ഐസോമെട്രിക് വ്യൂവിൽ ഇത് ഫുള്ളി അസംബിൾഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണുള്ളത്. നമ്മൾ മുമ്പ് വരച്ചതൊക്കെ ഓരോന്നിനും പാർട്ട് ബൈ പാർട്ട് ആയിട്ടുള്ള ഐസോമെട്രിക് വ്യൂ ആയിരുന്നുള്ളത്. ഇതിൽ ഫുള്ളി അസംബിൾഡ് ആണ്. അതുകൊണ്ട് ഇതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്പീക്കൗട്ടാണ്. അതായത് ഈ ഒരു പാർട്ട് ഇത് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഞാനത് മുമ്പ് വരച്ചതിൽ നിന്ന് കാട്ടിത്തരാം. ഓക്കെ, ഇതാണ് സ്പീക്കൗട്ട്. ഈ ഒരു പാർട്ടാണ് സ്പീക്കൗട്ട് എന്ന് പറയണത്. ഇനി അടുത്ത പാർട്ടാണ് സോക്കറ്റ് എന്ന് പറയണത് ഈ ഒരു പാർട്ടാണ്. അതായത് ഈ സോക്കറ്റിൽ ഈ ഒരു എൻഡ് ഹോളോ ആയിരിക്കും സോക്കറ്റിൻ്റെ, മറ്റേ എൻഡ് അടഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതായത് ഈ ഒരു സോക്കറ്റിൽ ത്രൂ ഔട്ട് ഹോൾ ഉണ്ടാവില്ല. അപ്പോൾ എന്നു വെച്ചാൽ ഈ സ്പീക്കൗട്ടിൻ്റെ ഈ ഒരു പാർട്ട് ഈ സോക്കറ്റിൻ്റെ ഈ ഒരു ഹോളിലേക്ക് ഇറങ്ങിപ്പോവും. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഈ ഒരു സോക്കറ്റിനെയും സ്പീക്കൗട്ടിനെയും ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് എന്ത് ചെയ്യും, ഈ ക്വാർട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കും. ഈ രണ്ടിൻ്റെയും ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കും. അങ്ങനെ അത് ലോക്കായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സോക്കറ്റ് ആൻഡ് സ്പീക്കൗട്ടിൽ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോണ പാർട്ട് എന്ന് പറയുന്നത് സോക്കറ്റാണ്. ഈ ഒരു രണ്ടാമത്തെ പാർട്ടാണത്. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടിനെ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിലെ ഈ ഒരു ഹാച്ച് ആയിട്ടുള്ള ഈ പോർഷനില്ലേ, ഈ ഒരു പോർഷനാണ് നമ്മൾ വരയ്ക്കണത്. ഈ ഒരു പോർഷനെ വരച്ചിട്ട് ഒരു ആക്സിസിൻ്റെ ബേസിൽ റിവോൾവ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാർട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു ആക്സിസാണ് ആദ്യം തന്നെ മാർക്ക് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു ലെങ്ത്തിൽ ഒരു ആക്സിസ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ഒരു ഇപ്പുറത്തെ എൻഡിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ ഒരു ഹോളോ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഒരു ലൈനോ അല്ലെങ്കിൽ വേറെ ഒരു ഡയമെൻഷനോ ഉപയോഗിച്ചിട്ട് ഒരു 15 mm വരയ്ക്കുക. അതായത് ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് ഒരു 15 mm വരയ്ക്കുക. അതായത് ഇവിടെ അതിൻ്റെ ഡയാമീറ്റർ തന്നിട്ട് ഈ ഹോളോ പോർഷൻ്റെ ഡയാമീറ്ററാണ് 30 ഇതിൻ്റെ ഡയാമീറ്റർ. അപ്പോൾ ഡയാമീറ്റർ 30 ആകുമ്പോൾ റേഡിയസ് 15. അപ്പോൾ ഈ ഒരു 15 ഉള്ള ഡിസ്റ്റൻസ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോളോ പോർഷൻ കിട്ടും. അപ്പോൾ ഈ ഹോളോ പോർഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഇത് ഈ ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കലായിട്ടുള്ള സ്റ്റെപ്പഡ് ആയിട്ടുള്ള സിലിണ്ടറാണ്. അപ്പോൾ ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ ഡയാമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 60 എന്ന് പറയുന്നത്. അപ്പോൾ 60 ഡയാമീറ്റർ ആണെങ്കിൽ റേഡിയസ് 30. അപ്പോൾ റേഡിയസ് 30 ആണ്. അപ്പോൾ ഇതിലെ റേഡിയസ് 30 ആകുമ്പോൾ 15 നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യും, ഹോളോ പോർഷനായിട്ട് പോയി 15. ബാക്കി ഇതൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15. അതാണ് ഇവിടെ പിന്നെ വരച്ചാണത്. ഇവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് മുമ്പത്തെ ലൈനിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഒരു 15 കൂടി വരച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരയ്ക്കേണ്ട ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈനിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ട് 24. ഈ ഒരു ലൈനിൻ്റെ ഡിസ്റ്റൻസ് 24 തന്നിട്ട് ആ ഒരു 24 വരച്ചു. ആ 24 വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ വരയ്ക്കാനുള്ളത് ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി അടുത്ത വരുന്ന സ്റ്റെപ്പിൻ്റെ ഡയാമീറ്റർ കിട്ടണം. അതായത് അതിൻ്റെ ഡയാമീറ്റർ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ട് 48. അതായത് ഈ ഒരു സിലിണ്ട്രിക്കൽ പോർഷൻ്റെ ഡയാമീറ്ററാണ് 48 എന്ന് പറയുന്നത്. അപ്പോൾ 60ൽ നിന്ന് 48ലേക്ക് ആണ് കുറഞ്ഞത്. അപ്പോൾ 60ൻ്റെ റേഡിയസ് 30. അപ്പോൾ 30 റേഡിയസ് 48 ഡയാമീറ്റർ ആകുമ്പോൾ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് 24. 30 റേഡിയസിൽ നിന്ന് 24 റേഡിയസിലേക്ക് കുറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 - 24. അതായത് 6 ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് അതായത് 30 റേഡിയസിൽ നിന്ന് 24 റേഡിയസിലേക്ക് കുറഞ്ഞപ്പോൾ ആ ഒരു ഡിഫറൻസ് പറയുന്നത് 6. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് പറയുന്നത് 6. അത് കഴിഞ്ഞിട്ട് പിന്നെ വരയ്ക്കേണ്ടത് ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈനിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഓൾറെഡി അറിയാം 30. അതായത് ഇവിടെ ഇതൊട്ട് ഇതുവരെ 30. അത് കഴിഞ്ഞിട്ട് ഇതൊട്ട് ഈ ഒരു എൻഡ് വരെ 24 വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പോർഷൻ 5. പിന്നെ അടുത്ത പോർഷൻ 12. അതായത് ടോട്ടൽ ഇവിടെ ഇതൊട്ട് ഇതുവരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 30 + 24 + 5 + 12. അതായത് 71 ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു സൈഡ് മാത്രമാണ് ഹോളോ ഉള്ളത്, ത്രൂ ഔട്ട് ഹോളില്ല. അതായത് ഇപ്പുറത്തെ സൈഡ് അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതൊട്ട് ഈ ഒരു ലൈനിനെ പിന്നെ വരയ്ക്കേണ്ടത് നേരെ ഈ ഒരു ആക്സിസിൻ്റെ ഇതിലേക്ക് മുട്ടിക്കണം. അതായത് ടോട്ടലായിട്ട് ഇങ്ങനെ മുട്ടിക്കണം. അതായത് അതിൻ്റെ ഡിസ്റ്റൻസ് 24 തന്നെ വരും. അതായത് നമ്മുടെ റേഡിയസ് 48 ആണല്ലോ ഈ ഡയാമീറ്റർ ഇതിൻ്റെ വരണത്, ഈ ഒരു സിലിണ്ടറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 24 തന്നെ വരും. അതായത് ടോട്ടലായിട്ട് എന്ത് ചെയ്യുക, ഈ ആക്സിസിൻ്റെ ഭാഗത്തേക്കായിട്ട് മുട്ടിക്കുക, 24 വരും. പിന്നെ വരയ്ക്കേണ്ടത് ഇതാണ്, ഈ ഒരു ഭാഗമാണ്. അതായത് ഈ ഷാഫ്റ്റ് നമുക്ക് അവസാനം വരച്ചാൽ മതി. ആ ഷാഫ്റ്റ് നമ്മൾ ഈ ഒരു അതായത് ഇതിനെ റിവോൾവ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇപ്പുറത്തെ പിൻഭാഗത്തെ സൈഡിൽ അതിനെ എക്സ്ട്രൂഡ് ചെയ്താൽ മതി. അതുകൊണ്ട്
നമ്മൾ എന്ത് ചെയ്യും, ഇതിനാദ്യം തന്നെ ഡയറക്റ്റ് ഇതുവരെ ഈ ഒരു ആക്സിസ് വരെ ആദ്യം വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12ആണ്. അപ്പോൾ ഈ ഒരു 12 വരച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പിന്നെ ഇത് വരയ്ക്കേണ്ടത് 15ആണ്. അതായത് നമ്മുടെ ഈ ഹോളിൻ്റെ ഡിസ്റ്റൻസിൽ ഈ ഒരു ഹോളോ പോർഷൻ്റെ ഡയാമീറ്റർ നമുക്ക് തന്നത് 30ആണ്. അപ്പോൾ റേഡിയസ് 15. എന്ത് ചെയ്യുക, 15 അടിക്ക് വരയ്ക്കുക. അല്ലെങ്കിൽ ഈ ഒരു പോയിൻറ്റിനെ ട്രാക്ക് ചെയ്താലും മതി. ഈ ഒരു പോയിൻറ്റിനെ ട്രാക്ക് ചെയ്ത് വരച്ചാലും ഈ ഒരു ഇത് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇത് ഇങ്ങനെ ഇപ്പുറത്തെ ഈ ഒരു പോർഷനിലേക്ക് വന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോസ്ഡ് ഫിഗർ നമുക്ക് കിട്ടും. അതായത് ഈ ഒരു ഫിഗർ നമുക്ക് അവിടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഈ ഒരു ലൈനിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റിവോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ അതിന് തന്നെ ന്യൂ എടുത്തു, സ്റ്റാൻഡേർഡ് mm.ipt, മെട്രിക്കിൽ സ്റ്റാൻഡേർഡ് mm.ipt ക്രിയേറ്റ് കൊടുത്തു. ഞാൻ വരയ്ക്കാൻ പോണത് ഈ ഒരു പ്ലെയിനിലാണ്, വൈ സൈഡ് പ്ലെയിനിൽ വരച്ചിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിസാണ്. ആക്സിസ് ഇഷ്ടമുള്ള ലെങ്ത്തിൽ വരയ്ക്കുക. ആക്സിസ് വരച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഹോളോ പോർഷൻ കിട്ടണമല്ലോ. ഈ ഒരു ഹോളോ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു 15ൻ്റെ ഒരു ലൈൻ വരയ്ക്കണം. 15 ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഈ ഒരു പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നമുക്ക് ഡയാമീറ്റർ 60ആണ്. അപ്പോൾ റേഡിയസ് 30. പിന്നെ ഈ ഒരു 15 നമ്മുടെ ഹോളോ പോർഷനിൽ പോയി. അപ്പോൾ ബാക്കിയുള്ളത് 15. അത് കഴിഞ്ഞ് അടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 24 എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ ഇനി അടുത്തത് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസാണ് 6. അതായത് നമ്മുടെ ഈ ഒരു സിലിണ്ടറിക്കൽ ഫേസിൻ്റെ ഡയാമീറ്റർ 60ആണല്ലോ. 60 എന്ന് പറയുമ്പോൾ റേഡിയസ് 30. പിന്നെ ഈ ഒരു സിലിണ്ടറിക്കൽ ഫേസിൻ്റെ 48ആണ്. അപ്പോൾ റേഡിയസ് 24. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 30 - 24. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 കൊടുക്കുക. പിന്നെയുള്ള ഈ ഡിസ്റ്റൻസ് 71 കിട്ടിയത് ഈ ഒരു ഭാഗത്തെ ലൈനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ ഒരു ഡയമെൻഷനുള്ള ത്രൂ ഔട്ടുള്ളത് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്ത് പോകുക. ഇത് 30 + 24 + 5 + 12 എന്ത് ചെയ്യുക, നമുക്ക് ഡയറക്റ്റ് ഇതിൽ തന്നെ അടിച്ചു കൊടുക്കാം. 30 + 24 + 5 + 12. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് ഈ ഒരു ലൈനെ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഈ ആക്സിസുമ്മേക്ക് മുട്ടിക്കുക. അതായത് ഈ ആക്സിസുമ്മേക്ക് ഡയറക്റ്റ് മുട്ടിക്കുക. അതായത് ഈ സൈഡ് നമുക്ക് ഹോളോ ആവണ്ടല്ലോ, അത് കാരണമാണ് അത് ഡയറക്റ്റാണ് മുട്ടിച്ചത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടണം. ഈ ഒരു ഭാഗം കിട്ടാനായിട്ടുള്ള ഡയമെൻഷനാണ് 12 വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ ഹോളോ ആക്കേണ്ട പോർഷനല്ലേ ഈ ഭാഗം. അതായത് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പോയിൻറ്റിനെ നമുക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഈ ഒരു പോയിൻറ്റിനെ ട്രാക്ക് ചെയ്യുക. ഓക്കെ, ട്രാക്ക് ചെയ്തു. അല്ലെങ്കിൽ ഡയറക്റ്റ് 15 mm എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി ഈ ഒരു ലൈനെ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു പോയിൻറ്റിലേക്ക് വന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലോസ്ഡ് ഫിഗർ നമുക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഫിനിഷ് സ്കെച്ച് കൊടുക്കുക. ഫിനിഷ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് റിവോൾവ് ടൂൾ ഉപയോഗിച്ചിട്ട് കണ്ടാ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ക്ലോസ്ഡ് ഫിഗർ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് ആക്സിസ് ആണ്. ആക്സിസ് എന്ത് ചെയ്യുക, നേരത്തെ കൊടുത്ത ഈ ഒരു ആക്സിസ് കൊടുക്കുക. നമുക്കങ്ങനെ സോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗം ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ട് ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഈ ഒരു പോർഷനാണ്, ഈ ഒരു ഷാഫ്റ്റ് പോർഷൻ. ഈ ഒരു ഷാഫ്റ്റ് പോർഷൻ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തെ ഫേസ് സെലക്ട് ചെയ്യുക. ഈ ഒരു ഫേസിൽ എന്ത് ചെയ്യുക, ന്യൂ സ്കെച്ച് കൊടുക്കുക. ഫേസിൽ ന്യൂ സ്കെച്ച് കൊടുക്കുക. സർക്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡയാമീറ്റർ, ഷാഫ്റ്റിൻ്റെ ഡയാമീറ്റർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 24 ഷാഫ്റ്റിൻ്റെ ഡയാമീറ്റർ. അപ്പോൾ 24 ഇതിനെ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, എക്സ്ട്രൂഡ് ചെയ്താൽ മതി. എക്സ്ട്രൂഡ് ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു ഏകദേശം ഞാനൊരു 30 mm ആണ് കൊടുക്കുന്നത്. ഇനി ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ഹോളാണ്. അതായത് ഈ ക്വാർട്ടർ പ്ലേസ് ചെയ്യാനായിട്ടുള്ളൊരു ഹോള്. ആ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്വാർട്ടർ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ വീണ്ടും എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് തന്നെ ഇതിനൊന്ന് സേവ് ചെയ്യാം. സോക്കറ്റ് ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വരയ്ക്കാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്പിഗോട്ടാണ്. സ്പിഗോട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ്ഡ് സിലിണ്ടർ തന്നെയാണ്. അതിൽ ആദ്യത്തെ സിലിണ്ടറിൻ്റെ ഡയാമീറ്റർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 36. അപ്പോൾ ഇത് എക്സ്ട്രൂഡ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കാരണം ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക്
പുതിയൊരു പാർട്ട് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ YZ പ്ലെയിൻ തന്നെ വരയ്ക്കുന്നു. അതിൽ 36ൻ്റെ ഒരു ഡയാമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഫിനിഷ് കൊടുത്തിട്ട് എക്സ്ട്രൂഡ് ചെയ്യാണ്. ഇവിടെ എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12ആണ്. അപ്പോൾ 12ൽ എക്സ്ട്രൂഡ് ചെയ്യാം. 12ൽ എക്സ്ട്രൂഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു പാർട്ട് അടുത്ത സ്റ്റെപ്പ്ഡ് സിലിണ്ടർ. അപ്പോൾ അതിൻ്റെ ഡയാമീറ്റർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 30. അതായത് ഈ ഒരു സോക്കറ്റിലേക്ക് കയറി പോകേണ്ട ഒരു ഭാഗമാണിത്. ഈ ഒരു സിലിണ്ടറാണ് ഈ ഒരു സോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പോകേണ്ടത്. സോക്കറ്റിൽ നമ്മൾ നേരത്തെ എടുത്ത ഒരു ഹോളോ പോർഷനില്ലേ, ആ ഒരു ഹോളോ പോർഷനിലേക്ക് കയറി പോകേണ്ട ഒരു ഭാഗമാണിത്. അപ്പോൾ അതിനും എന്താണ് 30 തന്നെയാണ് ഡയാമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, ന്യൂ സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, 30ൻ്റെ ഒരു ഡയാമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഫിനിഷ് കൊടുത്തിട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് കൊടുക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഇതൊട്ട് ഈ ഒരു ഭാഗം വരെ വരയ്ക്കണം. അപ്പോൾ ഇതൊട്ട് ഇതുവരെ 24 ഡിസ്റ്റൻസ്. പിന്നെ ഇതൊട്ട് ഇതുവരെ 30, ഇതൊട്ട് ഇതുവരെ 24. അപ്പോൾ 24, 30, 24 ഡിസ്റ്റൻസ്. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് ഡയറക്റ്റ് അടിച്ചു കൊടുക്കാം. 24 + 30 + 24. ഓക്കെ, അപ്പോൾ അത് ജനറേറ്റ് ആയിട്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ ഫേസിൽ നേരത്തെ 36ൻ്റെ ആ ഒരു ഡയാമീറ്ററിൽ വരച്ച ഇപ്പുറത്തെ ഫേസിൽ എന്ത് ചെയ്യുക, ഒരു ഷാഫ്റ്റ് വരയ്ക്കണം. 24 mm ഡയാമീറ്ററിൽ ഒരു ഷാഫ്റ്റ് വരയ്ക്കാം. അപ്പോൾ ഈ ഒരു ഇപ്പുറത്തെ ഫേസിൽ ഞാൻ ന്യൂ സ്കെച്ച് കൊടുത്തിട്ട് സർക്കിള് എന്ത് ചെയ്തു, 24 mm സർക്കിള് 24 mm ഡയാമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു. ഫിനിഷ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യാം. ഒരു 30 mm എക്സ്ട്രൂഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്പിഗോട്ട് റെഡി ആയിട്ട്, സ്പിഗോട്ടിനും ഈ ക്വാർട്ടർ ഇറങ്ങി പോകാനായിട്ടൊരു ഹോൾ ഇടണം. അത് ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് തരാം. സ്പിഗോട്ട് അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് ക്വാർട്ടറാണ്. അപ്പോൾ ഈ ക്വാർട്ടർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ക്വാർട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് എന്തായിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. അതായത് ഒരു കറക്റ്റ് വെർട്ടിക്കലായിരിക്കും. പക്ഷേ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു ടാപ്പറിങ് ഉണ്ട്. അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിമ്പിൾ കാണിച്ചിട്ട്, ഈ ഒരു സിമ്പിൾ ടാപ്പറിൻ്റെ സിമ്പിളാണ്. അതായത് ഈ ഒരു സൈഡ് മാത്രമാണ് ടാപ്പർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 1:24. ഈ 1:24 എന്ന് പറയുന്ന ഏരോ ഇട്ടണത് ഒരു സൈഡിൽ ഒരു ഫേസിലേക്ക് മാത്രമാണ് ഏരോ ഇട്ടണത്. അതായത് ഈ ഒരു ഫേസിൽ മാത്രമാണ് അപ്പോൾ ടാപ്പറിങ് ഉള്ളത്. ഇതിപ്പോൾ 2 ഫേസിലേക്ക് ആ ഏരോ ഇട്ടുണ്ടെങ്കിൽ 2 ഫേസും ടാപ്പറിങ് ആയതിനെ. ഇതിപ്പോൾ ഒരു ഫേസിലേക്കാണ് നമുക്ക് ആ ഏരോ പോയിൻ്റ് ചെയ്താണ്. അപ്പോൾ ഈ ഒരു ഫേസിൽ ടാപ്പറിങ് ഉണ്ട്, ഈ ഒരു ഫേസ് ഫ്ലാറ്റാണ്, ഈ ഒരു ഫേസ് ഇങ്ങനെ വെർട്ടിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്വാർട്ടറിൻ്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 96 ഇതിൻ്റെ ഹൈറ്റ്. ഈ ഒരു ഹൈറ്റ് 96. പിന്നെ തന്നത് ഈ ഒരു മിഡിൽ പോർഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 30. അത് ഈ ഒരു അറ്റം തൊട്ട് ഈ ഒരു അറ്റം വരെ മിഡിൽ പോർഷൻ്റെ ഡയമെൻഷൻ 30 തന്നിട്ടുണ്ട്. പിന്നെ തന്നത് ഇതിനൊരു തിക്നെസ്സാണ് 8. അപ്പോൾ ഇതിൻ്റെ ഞാനിന്നൊരു 2D സ്കെച്ച് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ 2D സ്കെച്ച് വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഡയറക്റ്റ് 96 ഈ ഒരു ആക്സിസിൽ നിന്ന് ഡയറക്റ്റ് 96 വരയ്ക്കാണ്ട് ഒരു 48ൻ്റെ ഒരു ലൈൻ മുകളിലേക്കും 48ൻ്റെ ഒരു ലൈൻ അടിയിലേക്കുമാണ് വരച്ചത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 48ൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, 24ൻ്റെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ മുകളിലത്തെ 48ൻ്റെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 96നെ ഞാൻ മൊത്തം 4:24 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4:24 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:24 അല്ല നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്, ടാപ്പറിങ്ങിൻ്റെ റേഷ്യോ. അപ്പോൾ മിഡിൽ പോർഷനിൽ 30 ഡയമെൻഷൻ. അപ്പോൾ 1:24 എന്നുള്ള റേഷ്യോ നമ്മൾ ടാപ്പറിങ് കൊടുക്കുമ്പോൾ ഇവിടെ ഈ 30 എന്നുള്ളത് ഒരു 24 mm അടിയിലേക്ക് ഇറങ്ങുമ്പോൾ 1 mm കുറയണം. അതായത് അപ്പോൾ 29 ആവും ഈ ഒരു ഡയമെൻഷൻ. പിന്നെ ഒരു അടുത്ത 24 ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഡയമെൻഷൻ 28 ആവും. അടുത്ത ഡയമെൻഷൻ 28. പിന്നെ ഇത് മുകളിലേക്ക് പോകുമ്പോൾ കൂടിയാണ് വരേണ്ടത്. കാരണം മുകളിൽ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് വരുന്നതോറും കുറഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ടാപ്പറിങ്. അപ്പോൾ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ കൂടിയാണ് വരേണ്ടത്. മുകളിലത്തെ ആ ഒരു 48ൻ്റെ ആ ഒരു ഭാഗം കൂടിയാണ് വരേണ്ടത്. അപ്പോൾ മുകളിലത്തെ 24 mm കഴിയുമ്പോൾ എന്ത് ചെയ്യണം, 30ന് 1 mm കൂടണം. അപ്പോൾ 31. പിന്നെ അടുത്ത 24 വരുമ്പോൾ ഒരു 1 mm കൂടി കൂടണം. അപ്പോൾ മൊത്തം ഈ മിഡിൽ പോർഷനിൽ നിന്ന് മുകളിലത്തെ പോർഷനിലേക്ക് എത്തുമ്പോൾ 2 mm കൂടണം. അപ്പോൾ 32ആയി.
ഇവിടെ മിഡിൽ പോർഷനിൽ നിന്ന് അടിയിലേക്ക് ഏറ്റവും അടിയിലേക്ക് വരുമ്പോൾ 2 mm കുറയണം. അപ്പോൾ 28 ആയി. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഈ ഒരു 42 ലൈൻ ഇവിടെ വരയ്ക്കുക, 42 അടിയിലേക്കും വരയ്ക്കുക, ഒരു 32 ലൈൻ മുകളിലും വരയ്ക്കുക, 28 ലൈൻ അടിയിലും വരയ്ക്കുക. ടാപ്പറിങ് കംപ്ലീറ്റ് ആവും. ഇത് ജസ്റ്റ് ഈ റേഷ്യോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഒരു ന്യൂ സ്കെച്ച് എടുത്തു, ഒരു പുതിയ പാർട്ട് ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ വൈസൈഡ് പ്ലെയിൻ എടുത്തു. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് 48 ലൈൻ മുകളിലേക്കും 48 ലൈൻ അടിയിലേക്കും വരയ്ക്കുക. പിന്നെ ഈ ടാപ്പറിങ് വരാനായിട്ട് 32ഉം 28ഉമാണ് മുകളിലും അടിയിലായിട്ട് കൊടുക്കേണ്ടത്. 32, 28. ഇനി ഇതൊന്ന് ടാപ്പറിങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, എക്സ്ട്രൂഡ് ചെയ്താൽ മതി. എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ എന്താ 8 mm ആണ് നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8 mm ആണ്. അപ്പോൾ തിക്നെസ് 8 mm ആക്കി കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഈ ഒരു ഭാഗമുണ്ട്, ഈ ഒരു മുകൾ ഭാഗത്ത്, ഈ ക്വാർട്ടറിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു ചെറിയൊരു ആർച്ച് പോലെ ഉണ്ട്, ഒരു ആർക്ക് പോലെ. അതത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ജസ്റ്റ് ഈ ഒരു ഇത് മാത്രം വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ വരയ്ക്കാമെന്നുള്ളൂ. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തു. ഈ ഒരു ഫേസിൽ ന്യൂ സ്കെച്ച് കൊടുക്കുക. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ലെങ്ത്തിൽ ഒരു ആർക്ക് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള ഡയമെൻഷനാണ് ഇത്, ഡയമെൻഷനാണ് ഇത് അതിൽ തന്നിട്ടില്ലേ കറക്റ്റായിട്ട്. ഇഷ്ടമുള്ളതിൽ എന്ത് ചെയ്തു, ഒരു ആർക്ക് വരച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാണ്. എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുക. അപ്പോഴാണ് കറക്റ്റായിട്ട് വരിക. പിന്നെ ഈ ഒരു ഫേസ് കൊടുക്കാനായിട്ട് ഇതും കൂടി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 2 ഫേസിലേക്കും ആർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്ലാൻഡിങ് വേണം, ഈ ഒരു ആർക്കിന് ഒരു സ്ലാൻഡിങ് വേണം. അത് കൊടുക്കാനായിട്ട് ഈ ഒരു എടുക്കുമ്പോഴേ ടാപ്പർ ചെയ്ത സൈഡ് സ്കെച്ച് ചെയ്യരുത്. അതായത് ഞാൻ ജസ്റ്റ് ഫിഗറിൽ കാട്ടിത്തരാം. അതായത് ഈ നമ്മൾ കൊടുത്ത ആ ഒരു ആർക്കില്ലേ, ആർക്കിനൊരു ഒരു സ്ലോപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത് കൊടുക്കാനായിട്ട് ടാപ്പർ ചെയ്ത സൈഡ് ഒരിക്കലും എടുക്കരുത്, ടാപ്പർ ചെയ്ത ഫേസ് എടുക്കരുത്. ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫേസ് എന്ത് ചെയ്യുക, ന്യൂ സ്കെച്ച് കൊടുക്കുക. ന്യൂ സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു റെക്റ്റാങ്കിൾ, സാധാ റെക്റ്റാങ്കിൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിനൊന്ന് ആ ആർക്കിൻ്റെ ആ പോർഷൻ മാത്രം ആ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിൽ വരയ്ക്കുക. ഇത്തിരി ടാസ്ക്കുള്ള പരിപാടിയാണിത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു സ്ലാൻഡിങ് കൊടുക്കുക. ഇവിടെ ഒരു സ്ലാൻഡിങ് കൊടുക്കുക, ഇത് ഒരു സ്ലാൻഡിങ് കൊടുക്കുക, ഒരു ട്രപ്പീസിയം ഷേപ്പ് വരണ തരത്തിൽ. അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ ഇതിനെ ഡയമെൻഷൻ കൊടുക്കാം, ഒരു 2. ഇതത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു പോർഷൻ. ഡയമെൻഷൻ ഓക്കെ 2 കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ എന്ത് ചെയ്യുക, ഫിനിഷ് കൊടുത്തിട്ട് എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് കട്ടാണ് കൊടുക്കേണ്ടത്. ഇതിൽ ഈ ഒരു സ്മോൾ ഫേസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സ്മോൾ ഫേസ് സെലക്ട് ചെയ്യുക. ഇനി ഈ അടിഭാഗത്തെ ഈ ഒരു ഫേസും ഈ ഒരു ഫേസും ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കട്ട് കൊടുക്കുക, ത്രൂ ഓൾ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ട ഒരു ജനറേറ്റ് ചെയ്ത് കിട്ടേണ്ട ക്വാർട്ടറിൻ്റെ ഷേപ്പ്. ഈ മുകളിലത്തെ ഈ ആർച്ച് അല്ലെങ്കിലും വലിയ സീനില്ലാത്ത കാര്യമില്ല. ഇനി എന്ത് ചെയ്യാം, ഇതിനൊന്ന് ജസ്റ്റ് സേവ് ചെയ്യാം. Ctrl+, ക്വാർട്ടർ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വരച്ച സോക്കറ്റിനും സ്പീക്കോട്ടിനും ഒന്ന് നമ്മൾ ആ ഒരു ക്വാർട്ടർ ഇറക്കി വെക്കാനുള്ള ഒരു ക്യാപ്പ് നമ്മൾ, അതായത് ആ ഒരു ഹോള് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല.
അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ആദ്യം തന്നെ ആ ക്വാർട്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചത്. അതായത് ഈ ക്വാർട്ടർ നമ്മൾ എങ്ങനെയാണ് വരച്ചത് ആ ഒരു തരത്തിൽ തന്നെയാണ് ആ ഒരു ഹോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ക്വാർട്ടർ നമ്മൾ വരച്ചിട്ട് എന്ത് ചെയ്തു, എക്സ്ട്രൂഡ് ചെയ്തു 8 mm. നമ്മൾ അവിടെ ഈ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ തന്നെ വരച്ചിട്ട് എന്ത് ചെയ്യും, എക്സ്ട്രൂഡ് കട്ട് കൊടുക്കും 8 mm. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സ്പിഗോട്ടിൽ പോവുക. ഈ ഒരു ആദ്യം തന്നെ ഞാൻ സ്പിഗോട്ടിലാണ് ആ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്പിഗോട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പിഗോട്ടിനെ ഈ ഒരു പ്ലെയിൻ, ഈ ഒരു സാധനം വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്ലെയിൻ വേണം. ആ ഒരു പ്ലെയിൻ നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രീയിൽ പോയി കഴിഞ്ഞാൽ ഒറിജിൻ ഉണ്ടാവും. ആ ഒറിജിനിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആക്സിസ് പ്ലെയിനുകൾ കാണാം, XY Z പ്ലെയിനുകളൊക്കെ. ഇതിലെ കറക്റ്റ്, അതായത് ആ സ്പിഗോട്ടിനെ കറക്റ്റ് നടു പോർഷനാക്കി കട്ട് ചെയ്ത് മാറ്റണ ഒരു പ്ലെയിൻ അതെടുക്കുക. അതിനെന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സ്കെച്ച് കൊടുക്കുക. ഇനി ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്കെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ തന്നെ, ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ കണ്ട ഈ ഒരു പോർഷൻ കാണാനില്ല. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വൽ സ്റ്റൈൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, വയർ ഫ്രെയിം ആക്കിയിടുക. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഈ നമ്മൾ വരച്ച സ്പിഗോട്ടിൻ്റെ ആകെ ബൗണ്ടറി മാത്രമേ കാണുള്ളൂ, ആ ഒരു ബോർഡർ മാത്രം. അപ്പോൾ ഞാൻ ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ സ്കെച്ചിൽ പോവുക. നമ്മൾ നേരത്തെ എങ്ങനെയാണ് വരച്ചത്, മറ്റേ ക്വാർട്ടർ എങ്ങനെയാണ് വരച്ചത് അതേപോലെ തന്നെ ഇതിൽ വരയ്ക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു മിഡിൽ പോർഷനിലെ ഈ ആക്സിൽ എവിടെ വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. 48 ഒരു ലൈന് വരയ്ക്കുക. പിന്നെ 48 ലൈൻ അടിയിലേക്ക് വരയ്ക്കുക. പിന്നെ ഇവിടെ വരയ്ക്കേണ്ടത് നമ്മളെന്തായിരുന്നു, 32 വരയ്ക്കേണ്ടത് ക്വാർട്ടറിനനുസരിച്ച്. പക്ഷേ നമുക്ക് 32 വരയ്ക്കേണ്ടത്, 35 വരയ്ക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ക്വാർട്ടർ നമ്മൾ ആ സോക്കറ്റിലും സ്പിഗോട്ടിലും അതിൻ്റെ ഒരു ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ട്, ഒരു ചെറിയൊരു ക്ലിയറൻസ് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് ഹോൾ ഇത്തിരി വലുതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലിയറൻസിൻ്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 3. അതായത് 3 mm ആണ് ക്ലിയറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഈ 32 എടുക്കണതിന് പകരം 32 കൂടെ 3 കൂട്ടി 35 ഇവിടെ വരയ്ക്കേണ്ടത്. 35 ഒരു ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 28 അടിയിലത്തെ 28 അതുപോലെ തന്നെ 28 കൂടെ 3 കൂട്ടി 31 അടിയിലേക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, സാധാരണ പോലെ മൊത്തത്തിൽ ഒരു 3 mm ക്ലിയറൻസ് ത്രൂ ഔട്ട് കിട്ടും. 3 mm ക്ലിയറൻസ് ത്രൂ ഔട്ട് ഇങ്ങനെ ആ ഒരു ഹോള് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇവിടെ വരയ്ക്കേണ്ടത് 35. അടിയിൽ വരയ്ക്കേണ്ടത് 31. എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഹോളിന് ക്രിയേറ്റ് ചെയ്യുന്ന ഡയമെൻഷനുകൾ ക്രിയേറ്റ് ആയിട്ട്, പക്ഷേ ഇത് കറക്റ്റ് എവിടെയാണ് ആ ഹോള് പൊസിഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡയമെൻഷൻ തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സ്പിഗോട്ടിൻ്റെ ഈ അറ്റത്ത് നിന്ന് ഈ ഒരു ഭാഗത്ത് വരെയാണ് നമ്മുടെ ഏതുള്ളത്, ഈ ഒരു ക്വാർട്ടർ ഉള്ളത്. അപ്പോൾ ഈ അറ്റത്തുനിന്ന് ഇതുവരെയാണ് ക്വാർട്ടർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 24. അത് ഇതൊട്ട് ഇതുവരെ 24 ഡയമെൻഷൻ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഡയമെൻഷനിൽ പോയിട്ട് ഈ ഒരു സെൻറ്റർ പോയിൻറ്റും പിന്നെ ഈ ഒരു ലൈനും നമുക്ക് എന്ത് ചെയ്യുക, 24 കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് പൊസിഷൻ ആയിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ഫിനിഷ് സ്കെച്ച് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, വ്യൂവിൽ നമ്മൾ നേരത്തെ കൊടുത്ത ആ സ്റ്റൈൽ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഷെയ്ഡഡ് വിത്ത് എഡ്ജസ് തന്നെ തിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, 3D മോഡലിൽ വരിക, എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് ഇവിടെ കൊടുക്കേണ്ടത് കട്ടാണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് കട്ട് ചെയ്ത് നോക്കി മിഡിൽ പോർഷനിൽ നിന്ന് ഒന്നെങ്കിൽ അങ്ങടോ അല്ലെങ്കിൽ ഇങ്ങടാണ് ആവുന്നത്. അത് ആ ഒരു നമ്മൾ നേരത്തെ വരച്ച പ്ലെയിൻ, ആ ഒരു പ്ലെയിനിൽ വരച്ച സ്കെച്ചിൽ നിന്ന് ഇപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇപ്പുറത്തേക്കാണ് ആവണത്. നമുക്ക് 2 സൈഡിലേക്കും ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സിമെട്രിക് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ 2 സൈഡിലേക്കും ഈക്വലായിട്ട് എന്ത് ചെയ്യും, കട്ടായി പോയിക്കോളും. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് 8 mm തന്നെയാണ്. നമ്മൾ നേരത്തെ ക്വാർട്ടറിനെ എക്സ്ട്രൂഡ് ചെയ്ത് ആ ഒരു ഡയമെൻഷൻ തന്നെ ഇവിടെ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു നമ്മൾ നേരത്തെ വരച്ച ആ സ്കെച്ച് പ്ലെയിനിലെ ഈ സ്കെച്ച് 4 mm ഇങ്ങോട്ടും എക്സ്ട്രൂഡ് ചെയ്യും, 4 mm ഇങ്ങോട്ടും എക്സ്ട്രൂഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ കട്ട് വന്നു. ഇനി നമുക്ക് അടുത്തത് ഇതേ സോക്കറ്റിനും ഇതേപോലെ തന്നെ ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒറിജിനലിൽ പോവുക. ഒറിജിനലിൽ ഏത് പ്ലെയിനാണ് കറക്റ്റ് കട്ടാവണതെന്ന് നോക്കുക. ഈ ഒരു പ്ലെയിനാണ് കറക്റ്റ് കട്ടാവണത്. അതിന് ഞാൻ എന്ത് ചെയ്തു, ന്യൂ സ്കെച്ച് കൊടുത്തു. ന്യൂ സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, വ്യൂവിൽ പോയിട്ട് വിഷ്വൽ സ്റ്റൈൽ എന്ത് ചെയ്യുക, വയർ ഫ്രെയിം ആക്കിയിടുക. അത് കഴിഞ്ഞിട്ട് ഞാൻ വരയ്ക്കാൻ പോണ ക്വാർട്ടറിൻ്റെ ആ ഒരു ഡയമെൻഷൻ എന്ന് പറയണത്, ഇത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സോക്കറ്റിൻ്റെ ഈ ഒരു സിലിണ്ടറിൽ നിന്ന് അടുത്ത സിലിണ്ടറിലേക്ക് സ്റ്റെപ്പ് വരുമ്പോൾ സ്റ്റെപ്പ് തുടങ്ങണ ഭാഗത്താണ് ഈ ക്വാർട്ടർ നിൽക്കുന്നത്.
അതായത് ഈ ഒരു സിലിണ്ടറിൽ നിന്ന് അടുത്ത സിലിണ്ടറിലേക്ക് ഒരു സ്റ്റെപ്പ് വരണ ആ ഒരു ഭാഗത്താണ് ക്വാർട്ടർ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലൈൻ വരേണ്ടത് എവിടെയാണ്? ഈ ഒരു പോർഷനിലാണ്. ഈ ഒരു പോർഷനിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ 48 അങ്ങോട്ട് 48 അടിയിലേക്ക് 32 മുകളിൽ വരേണ്ടത് 35 അടിയിലും എന്താണ് 28 3 കൂട്ടി 31 ടാപ്പർ കംപ്ലീറ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഫിനിഷ് സ്കെച്ച് കൊടുക്കുക. ഈ ഒരു വയർ ഫ്രെയിം എന്ത് ചെയ്യുക, വിഷ്വൽ സ്റ്റൈൽ മാറ്റി ഷെയ്ഡർ വിത്ത് അഡ്ജസ്റ്റ് ആക്കുക. 3D മോഡലിൽ വന്നിട്ട് എക്സ്ട്രൂഡ് ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക, സിമെട്രിക് ആയിട്ട് എക്സ്ട്രൂഡ് ചെയ്യുക. കട്ട് കൊടുക്കുക. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 mm. എന്ത് ചെയ്യുക, സിമെട്രിക് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സേവ് ചെയ്യാൻ മറക്കണ്ട. അടുത്തത് അസംബ്ലിയാണ്. അസംബ്ലിക്കായിട്ട് ന്യൂവിൽ standard.iam ക്രിയേറ്റ് ചെയ്തു. പ്ലേസ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ സോക്കറ്റിനെയാണ് പ്ലേസ് ചെയ്യണത്. ജസ്റ്റ് ആദ്യം തന്നെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തു. ഓക്കെ, ഇതിലെ വ്യൂ ശരിയല്ല. വ്യൂ ഒന്ന് ജസ്റ്റ് മാറ്റി വിഷ്വൽ സ്റ്റൈൽ വിത്ത് എഡ്ജസ് ആക്കിയിടുക. പിന്നെ അസംബ്ലിയിൽ വരിക. ഇനി എന്ത് ചെയ്യുക, സ്പിഗോട്ടിനെ കൊണ്ടുവരാം. സ്പിഗോട്ടിനെ കൊണ്ടുവരാം. സ്പിഗോട്ട് ആ ഒരു കറക്റ്റ് ഓറിയൻറ്റേഷൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വൈയിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇതിങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതായത് ഈ ഒരു സ്പിഗോട്ടിൻ്റെ ഹോളിൻ്റെ ടാപ്പറും മറ്റേ ഹോളിൻ്റെ ടാപ്പറും മറ്റേ സോക്കറ്റിൻ്റെ ഹോളിൻ്റെ ടാപ്പറും ചിലപ്പോൾ ഡയറക്ഷൻ മാറിപ്പോയിണ്ടാവും. അത് നമുക്ക് മനസ്സിലാവാനായിട്ട് വ്യൂവിൽ പോയിട്ട് എന്ത് ചെയ്യുക, വയർ ഫ്രെയിം ആക്കിയിടുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ ആ ഒരു ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന തരത്തിൽ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇത് കണ്ട, അതിൽ ഈ സ്പിഗോട്ടിൻ്റെ ടാപ്പറിങ് നോക്കി മുകളിൽ നിന്ന് അടിയിലേക്ക് വരുന്നതോറും കുറഞ്ഞാൽ വരണേ. പക്ഷേ ഇതിൻ്റെ ടാപ്പർ നോക്കി, സോക്കറ്റിൻ്റെ ടാപ്പർ മുകളിൽ നിന്ന് കുറവാണ്, പക്ഷേ അടിക്ക് വരുന്നതോറും കൂടിയാൽ വരണേ. ആ ഒരു ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. കറക്റ്റായിട്ട് പ്ലേസ് ആവില്ലേ നമുക്ക്. ആ ഒരു ടാപ്പറിങ്ങിൻ്റെ ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സിൽ റൊട്ടേറ്റ് ചെയ്യുക. ഒരു എക്സിൽ റൊട്ടേറ്റ് ചെയ്ത് എന്തായി, കറക്റ്റ് ആ ഒരു ഇതിലായി. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കുറവാണ്, അടിയിലേക്ക് വരുന്നതോടും കൂടിയാണ് വരണത്. അപ്പോൾ ഇതെന്ത് ചെയ്തു, ഞാൻ പ്ലേസ് ചെയ്തു. വയർ ഫ്രെയിം മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഷെയ്ഡ് വിത്ത് അഡ്ജസ്റ്റ് ആക്കി. ഇനി നമുക്ക് അതിനെ കൺസ്ട്രെയിൻ ചെയ്യാനായിട്ട് അസംബിളിൽ പോവുക. കൺസ്ട്രെയിൻ ആദ്യം തന്നെ ഞാൻ ആക്സിസ് കൺസ്ട്രെയിൻ ചെയ്തു. ഈ സർക്കുലർ ഫേസിൽ ഞെക്കി കഴിഞ്ഞാൽ ആക്സിസ് കൺസ്ട്രെയിൻ ചെയ്തു. ഓക്കെ, ഇതങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഓക്കെ, ഇനി അടുത്ത കൺസ്ട്രെയിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ഒരു ഫേസ് സ്പിഗോട്ടിൻ്റെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ഫേസ് എന്ത് ചെയ്യുക, മേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഹോൾ ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വാർട്ടറിനെ കൊണ്ടുവരാം. ക്വാർട്ടറിനും ഇതേപോലെ തന്നെ നോക്കണം. അതായത് ആ ടാപ്പറിങ്ങിൻ്റെ ഇത് കറക്റ്റാണോ നോക്കാനായിട്ട് എന്ത് ചെയ്യുക, വ്യൂവിൽ പോവുക. വിഷ്വൽ സ്റ്റൈൽ എന്ത് ചെയ്യുക, വയർ ഫ്രെയിം ആക്കിയിടുക. ഇനി ഇത് കറക്റ്റ് ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ നോക്കി ടാപ്പറിങ് കറക്റ്റല്ല. ഈ ടാപ്പറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടറിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ കൂടുതലാണ്, അടിയിൽ വരുമ്പോൾ കുറഞ്ഞാൽ വരണേ. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തത് ഈ സ്പിഗോട്ടിനും സോക്കറ്റിനും കൊടുത്തത് അങ്ങനെയല്ല. അടിയിൽ കുറവും മുകളിലേക്ക് കൂടിയാണ് ടാപ്പറിങ്ങിൻ്റെ ആ ഒരു ഡയറക്ഷൻ കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, സെഡിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. ഇപ്പോൾ ശരിക്കും ആ ഒരു ഇതിലേക്ക് ഇറങ്ങിയിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വന്ന് പ്ലേസ് ചെയ്യുക. ഓക്കെ, വ്യൂ മാറ്റാം. ഈ വയർ ഫ്രെയിം ഒന്ന് മാറ്റാം. ഷെയ്ഡ് വിത്ത് അഡ്ജസ്റ്റ് ആക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇതിനൊന്ന് കൺസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അസംബിളിൽ പോയിട്ട് കൺസ്ട്രെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൺസ്ട്രെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ടാപ്പറില്ലാത്തൊരു ഫേസ്, ഈ ഒരു ഫേസിലെ ഏതെങ്കിലും ഒരു എഡ്ജ്
ക്ലിക്ക് ചെയ്തിട്ട് ഈ എഡ്ജ് വന്ന് മെയ്റ്റ് ആവേണ്ടത് എവിടെയാണെന്ന് അറിയോ? ഈ ഒരു സോക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു എഡ്ജിൽ വന്ന് മെയ്റ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു മെയ്റ്റിൽ വന്ന് ഈ ഒരു എഡ്ജിൽ വന്ന് മെയ്റ്റ് ആയാൽ ഓക്കെ. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഞാനതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ കറക്റ്റായി. ഇനി എന്ത് ചെയ്യണം? ഇതിങ്ങനെ ക്വാർട്ടർ ഇങ്ങനെ ഇനി ക്വാർട്ടർ ഈ മൂവ്മെൻ്റ് ഉള്ളത് എന്ത് ചെയ്യരുത്, കൺസ്ട്രെയിൻ ചെയ്യരുത്. ഈ മൂവ്മെൻറ്റ് വേണം ശരിക്കും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് എന്തായാലും ഇങ്ങനെ നിന്നോട്ടെ. ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് വ്യൂ ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കറക്റ്റല്ലേ നിൽക്കണത്. അല്ലേ, ഇവിടെ ഒരു ക്ലിയറൻസ് വന്നിട്ടുണ്ട്, സോക്കറ്റിലൊരു ക്ലിയറൻസ് ഉണ്ട്. പിന്നെ സ്പീക്കോട്ടിൻ്റെ ഇവിടെയാണ് ക്ലിയറൻസ്. ഓക്കെയാണ്, കറക്റ്റായിട്ട് ആ ഒരു ക്വാർട്ടർ ശരിക്കും അങ്ങനെ ആ ഒരു ടേപ്പറിൽ ഇറങ്ങിപ്പോയിട്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വാർട്ടർ ആൻഡ് സ്പീക്കോട്ട് ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.